ഇന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന ഒരു സാധാരണ വസ്തുതയാണ് നമ്മുടെ ആധുനിക സമൂഹത്തിലെ എല്ലാ പുരോഗതിയുടെയും കാരണം പാശ്ചാത്യ നവോത്ഥാന പ്രസ്ഥാനമാണ് എന്നത്. പാശ്ചാത്യ നവോത്ഥാന പ്രസ്ഥാനം 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും കൊണ്ടുവന്നിട്ടുള്ള കാഴ്ചപ്പാടുകളെയാണ് ആധുനിക സമൂഹങ്ങൾ അതിൻ്റെ ഇന്നത്തെ ഘടനയുടെ അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ജനാധിപത്യം, സോഷ്യൽ ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് നമുക്ക് നൽകിയത്. ആ പ്രസ്ഥാനത്തിൻ്റെ സംഭാവനകളായിരുന്നു ഇന്നത്തെ ജനാധിപത്യ സമൂഹം എന്നുള്ളത്. ഇത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതിനു മുമ്പ് നിലനിന്നിരുന്ന ചരിത്രത്തിൽ എവിടെയും ഇത്തരത്തിൽ ജനാധിപത്യമോ ഇക്വാളിറ്റിയോ ഫ്രീഡം ഓഫ് സ്പീച്ചോ ഹ്യൂമൻ റൈറ്റ്സോ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഈ രീതിയിൽ ഇന്നത്തെ രീതിയിൽ അത് നിലനിന്നിരുന്നിട്ടില്ല എന്നതാണ് വിവക്ഷ. നമുക്ക് ഇതിനെ തൽക്കാലം മാറ്റിവെച്ചിട്ട് നമ്മൾ ഇന്ന് ചരിത്രത്തിൽ പുതുതായിട്ട് അറിയുന്ന ചില കാര്യങ്ങളിലേക്ക് പോകാം. എന്നിട്ട് ഈ കാര്യത്തിലേക്ക്, ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ സംഭാവനയിലേക്ക് അവസാനം തിരിച്ചു വരാം. നമുക്കറിയാം, നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന മറ്റൊരു വലിയ വീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, വലിയ റോഡുകൾ ഉണ്ടാക്കുക, ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുക, കോട്ടകൾ കെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ഗ്രീക്ക് റോമൻ കൾച്ചറിൻ്റെ ഒരു സംഭാവനയാണ്. പ്രത്യേകിച്ച് റോമക്കാരാണ് ഇത്തരത്തിൽ വലിയ ഹൈവേസും കോട്ടകളും ഒക്കെ നിർമ്മിച്ചത്. ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു റോമൻ സംഭാവനയാണ് നമ്മൾ കരുതുന്നുണ്ട്. എന്നാൽ ഏതാണ്ട് 20,000 വർഷമോ 10,000 വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് നടന്നിട്ടുണ്ട്. അന്ന് സിവിലൈസേഷൻസ് പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, കൃഷി പോലും നിലനിൽക്കാത്ത ഒരു കാലഘട്ടത്തിൽ കൈറ്റ്സ് എന്നുള്ള ഒരു കൺസ്ട്രക്ഷൻ, KITE എന്ന് പറയുന്നത്, മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി, വേട്ടയാടി മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി 2 മതിലുകൾ, വളരെ കിലോമീറ്റർ ദൂരത്തിലുള്ള മതിലുകൾ അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഉണ്ടാക്കുക. ഒരു ത്രികോണമായിട്ടുള്ള ഒരു ആകൃതി, അത് കണ്ടു കഴിഞ്ഞാൽ പട്ടത്തിൻ്റെ ഒരു ആകൃതി പോലെ ഇരിക്കും. ഇത് വലിയ വ്യാപ്തിയുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ഓരോ വാളിനും 35ഓളം കിലോമീറ്റർ നീളമുണ്ട്. അപ്പം ഇതിൻ്റെ 2 അറ്റവും മാറി നിൽക്കുന്ന വശത്തോടുകൂടി മൃഗങ്ങളെ ഓട്ടിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഒരു കൺസ്ട്രക്ഷനിലേക്ക് അതിനെ ആകർഷിച്ച് ഇതിൻ്റെ നാരോ എൻഡിൽ വെച്ച് ഇതിനെ പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് റോമക്കാരോ ഗ്രീക്കന്മാരോ എല്ലാം വരുന്നതിന് മുമ്പ് 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ, മനുഷ്യരുടെ സിവിലൈസേഷൻ റോമക്കാർ വരുന്ന സമയത്താണ് ഉണ്ടായതെന്ന്, ആ സമയത്താണ് ഇതെല്ലാം ഇത്തരത്തിലുള്ള ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻസ് നടക്കുന്നത്, എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻസ് നടക്കുന്നത് എന്നുള്ള വാദം ശരിയല്ല. അതിനു മുമ്പുള്ള നാഗരികതകളിൽ പോലും, ജെറിക്കോ പോലുള്ള നഗരത്തിൽ വലിയ കോട്ടകൾ, അതായത് സിറ്റിയെ സംരക്ഷിക്കാനുള്ള മതിലുകൾ, വലിയ കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിരമിഡ് പോലുള്ള ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻസ് കാണാം. അപ്പോൾ നമ്മൾ ഈ ചരിത്രത്തെ പലപ്പോഴും ലളിതവൽക്കരിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ചില ആക്സിയംസിലേക്ക് എത്തുന്നുണ്ട്, ചില കൺക്ലൂഷൻസ്. ഇത് എക്കാലത്തും സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരു സത്യമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും പോകാറുണ്ട്. അത്തരത്തിൽ ഒന്നാണ് നമ്മൾ സാധാരണ വിചാരിക്കുന്നത്. മനുഷ്യർ ഇന്ന് നിൽക്കുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്രികൾച്ചറൽ കൃഷി തുടങ്ങിയതിൻ്റെ ഒരു സംഭാവനയാണ്. അതിനു മുമ്പ് ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു. കൃഷിക്ക് മുമ്പ് ആൾക്കാർ കാട്ടിൽ നിന്ന് വിഭവങ്ങൾ സംഭരിച്ച് അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ വലിയ മുന്നേറ്റങ്ങൾ, അവർക്ക് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റി ഒന്നുമില്ലായിരുന്നു, ലാംഗ്വേജ് ഇല്ലായിരുന്നു, കൾച്ചർ ഇല്ലായിരുന്നു. ഇതെല്ലാം ഉണ്ടായി വരുന്നത് കൃഷി ഉണ്ടായതിന് ശേഷമാണ് എന്ന് നമ്മൾ ധരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർക്കിയോളജിക്കൽ ഡിസ്കവറിയാണ് റഷ്യയിൽ, സൈബീരിയയിൽ 8,000 വർഷം പഴക്കമുള്ള ഒരു കോട്ട. ഈ കോട്ട നിർമ്മിക്കുന്ന സമൂഹം ഒരു രീതിയിലും കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അവർ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു. കാട്ടിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ച് ജീവിച്ചു പോന്നിരുന്ന ജനസമൂഹങ്ങൾ അവർ വലിയ രീതിയിൽ കോട്ടകളും ഗൃഹങ്ങളും ടെക്നോളജിയും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവരുടെ കോട്ടകൾക്ക് സംരക്ഷണ
ആയിട്ടാണ് മറ്റ് വന്യമൃഗങ്ങളിൽ നിന്നോ മറ്റ് ജനസമൂഹങ്ങളിൽ നിന്നോ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർട്ട് അല്ലെങ്കിൽ കോട്ടകൾ ഉണ്ടാക്കിയിരുന്നത്. ആ കോട്ടകൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയിരുന്നു. അതിൻ്റെ മുകളിൽ തടി കൊണ്ടുള്ള കവറിങ്, പ്രൊട്ടക്ഷൻ, പാലിസൈഡ്സ് കൊടുത്തിരുന്നു. ഈ രീതിയിലുള്ള ആ സമൂഹം അത് വെറും ഹണ്ടർ ഗ്യാദറേഴ്സ് അല്ല, അവരൊരു സ്ഥലത്ത് തന്നെ താമസിച്ച് അത്രയ്ക്കും വിഭവങ്ങൾ അവർക്ക് കാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഓർക്കണം, ഇത് സൈബീരിയയാണ്, വളരെ തണുത്ത പ്രദേശമാണ്. ബൊറിയൽ എന്ന് പറയുന്ന കാടുകളാണ് അവിടെ ഉള്ളത്. അത്ര തിങ്ങി ഉണ്ടാകുന്ന കാടുകളല്ല. അവിടുത്തെ വിഭവങ്ങൾ സാധാരണ ഇക്വറ്റോറിയൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിൽ കാണുന്ന പോലുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ആ വിഭവങ്ങൾ തന്നെ ഇവർക്ക് ഒരു സ്ഥലത്ത് തങ്ങി അത് ശേഖരിച്ച് ജീവിക്കാനുള്ള വക നൽകിയിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അവിടെ തന്നെ തങ്ങി അവർ കോട്ടകൾ ഉണ്ടാക്കിയിരുന്നത്. മാത്രമല്ല, അവർ മൺകലങ്ങൾ പോലുള്ള, പോട്ടറി പോലുള്ള ടെക്നോളജീസും വികസിപ്പിച്ചെടുത്തു. പോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്, പോട്ടറി എന്ന് പറയുന്നത് നമ്മൾ കൃഷിക്ക് ശേഷം ഒരു സിവിലൈസേഷനിലാണ് ഇതെല്ലാം ഉണ്ടായത് എന്നാണ് പൊതുധാരണ. പക്ഷെ അങ്ങനെയല്ല, ഇവർക്കും ആ രീതിയിൽ ഉള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതിനു മുമ്പേ തന്നെ മനുഷ്യർ നെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നെയ്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കുക, വെറും മരഊരികൾ വെച്ച് അല്ലെങ്കിൽ മൃഗങ്ങളുടെ സ്കിൻസ്, അവരുടെ തോല് വെച്ച് ഉള്ള സംരക്ഷണമല്ല, വസ്ത്രങ്ങളല്ല അന്ന് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്. നെയ്ത് ഉള്ള തുണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 100,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1.5 ലക്ഷത്തോളം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും നെയ്ത്ത് ടെക്നോളജി കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഒരു അഡ്വാൻസ്ഡ് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ ഒരു സിവിലൈസേഷനിൽ നമ്മൾ സാധാരണ കാണുന്നത്, അതായത് ഒരു നാഗരിക സമൂഹത്തിൽ ഇൻഡസ് വാലി, നൈൽ വാലി അല്ലെങ്കിൽ ബാബിലോണിയൻ സിവിലൈസേഷന് ശേഷം ഒരു സമൂഹം എങ്ങനെയാണോ ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ സൈബീരിയയിലുള്ള ഈ ജനക്കൂട്ടവും ഈ രീതിയിൽ ഗൃഹങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ പോലുള്ള ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് സൈബീരിയയിൽ നിന്ന് മാത്രമല്ല, നമുക്കറിയാം ടർക്കിയിലെ ഗോബെക്ലി ടെപ്പെ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് അനറ്റോളിയയിൽ. ആ സൈറ്റിൽ വലിയ രീതിയിലുള്ള വാസസ്ഥലങ്ങൾ, ഒരു നഗരം പോലുള്ള മനുഷ്യർ തിങ്ങി പാർക്കുന്ന ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. 10,000 വർഷങ്ങളാണ് അതിൻ്റെ പഴക്കം. അപ്പോഴും കൃഷി തുടങ്ങി വരുന്നേ ഉള്ളൂ എന്ന് നമുക്ക് സമാധാനിക്കാം. കൃഷി തുടങ്ങി വരുമ്പോൾ അവിടെ സ്ഥാപിതമായിട്ടുള്ള ഒരു സമൂഹമാണ്. പക്ഷെ നമുക്ക് വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. ജപ്പാനിൽ, കൊറിയയിൽ, നോർത്ത് അമേരിക്കൻ കമ്മ്യൂണിറ്റീസ്, ട്രൈബൽ ഗോത്രവർഗങ്ങളുടെ ഇടയിലെല്ലാം ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിട്ട് ജീവിക്കുമ്പോൾ തന്നെ അവർ വലിയ രീതിയിൽ നഗരങ്ങൾ, ടൗൺഷിപ്പുകൾ, വില്ലേജസ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ചെറിയ സംഘങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാചീന മനുഷ്യരുടെ ഒരു വിഭാവനയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പറയുന്ന ഒരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തെളിവുകൾ. ഹോമോ ഹെറക്ടസിന്റെ കാലത്ത് തന്നെ, ഹോമോസേപ്പിയൻസ് എന്നുള്ള ഒരു സ്പീഷ്യസിനെ അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഹോമോ എറക്ടസുകളുടെ ഇടയിൽ ഇത്തരത്തിൽ പ്ലാന്റ് വില്ലേജസ് ഉണ്ടായിരുന്നു. അവർ പലതരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഉണ്ടാക്കിയിരുന്നു. മരം കൊണ്ട് പണി ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ ടൂൾസ് ആയിരുന്നു പ്രധാനമെങ്കിലും സ്റ്റോണിനെയും തടിയെയും യോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു സംവിധാനമാണ് ഇവരെല്ലാവരും നിലനിർത്തി പോന്നിരുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹിസ്റ്ററിയെ ലഘൂകരിച്ച് പുതുതത്വങ്ങൾ ഉണ്ടാക്കുക പലപ്പോഴും പ്രശ്നമാണ് എന്ന് നമുക്കറിയാം. ഇത് ഒരു രീതിയിലും നമ്മുടെ ഒരു യഥാർത്ഥ ചരിത്രത്തെ ലളിതവൽക്കരിച്ചിട്ടുള്ള ഈ പ്രസ്താവനകൾ, അതായത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് മുമ്പ് സൊസൈറ്റീസ് പ്രിമിറ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അഡ്വാൻസ്മെന്റ് ഇന്നത്തെ പോലുള്ള ജനാധിപത്യമോ സാമൂഹിക ഘടനയോ ഉണ്ടായിട്ടില്ല, കോംപ്ലക്സിറ്റിയോ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന നിഗമനങ്ങൾ പലപ്പോഴും തെറ്റാണ് എന്ന് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. അന്ന് നിലനിന്നിരുന്ന സമൂഹങ്ങളെ കണ്ടിട്ട് ആണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പല മുന്നോട്ടുവയ്പ്പുകളും, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പല തത്വങ്ങളും ഉണ്ടാക്കിയത് അന്ന് നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള ഇൻഡിജീനിയസ് സമൂഹങ്ങളെ കണ്ടിട്ടാണ് എന്ന് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന രേഖകൾ എഴുതിയിട്ടുള്ള ചിന്തകർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെല്ലാം വിസ്മരിക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ സമൂഹങ്ങൾ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഒരുപാട്
ഗോത്രവർഗങ്ങളെ കാണുകയും അവരുമായിട്ട് സംവാദം നടത്തുകയുമുണ്ട്. അപ്പോൾ യൂറോപ്യൻ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, അവിടെ ഒരു മൊണാർക്കിയായിരുന്നു അന്ന് ഒരു വ്യക്തിയുടെ കീഴിൽ നിലനിൽക്കുന്ന സമൂഹങ്ങളായിരുന്നു യൂറോപ്പിൽ നിലനിന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗോത്രവർഗങ്ങളാണ് അമേരിക്കയിലെ തദ്ദേശീയരായിട്ടുള്ള ഗോത്രങ്ങളിൽ നിലനിന്നിരുന്നത്. ഇവർ തമ്മിലുള്ള സംവാദങ്ങളിൽ യൂറോപ്യൻകാരും നോർത്ത് അമേരിക്കൻ സമൂഹങ്ങളിൽ നടന്ന സംവാദങ്ങളിൽ നിന്ന് പലതും ഈ യൂറോപ്യൻ ചിന്തകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. ജനാധിപത്യ രീതി എങ്ങനെയാണ് ഒരു കൺസെൻസസ് മേക്കിംഗ് ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും യോജിപ്പുള്ള തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത് ഈ നമ്മൾ ഇന്ന് പ്രാചീനരെന്ന് പറയുന്ന ഈ സമൂഹങ്ങളിലാണ്. നമ്മൾ കുറേയൊക്കെ ഈ നോർത്ത് അമേരിക്കൻ, അതായത് വെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള ഈ സമൂഹങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈസ്റ്റിൽ കിഴക്കുമായിട്ട് ഇവരെങ്ങനെ സംവദിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇന്നും വലിയ ധാരണകളില്ല. കിഴക്കിലും അതായത് ഈസ്റ്റിലും ഈ രീതിയിൽ ഉള്ള സമൂഹങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റീസ്, കൃഷി അല്ലെ അഗ്രികൾച്ചർ റവല്യൂഷൻ ഉണ്ടാകുന്നതിന് മുമ്പേ നിലനിന്നിരുന്നു. കൊളോണിയലിസ്റ്റുകൾ ഈസ്റ്റിലേക്ക്, ഏഷ്യയിലേക്ക് മറ്റും കടന്നു വരുമ്പോൾ ഇവിടത്തെ സമൂഹങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള ചില മൂല്യങ്ങൾ നിലനിന്നിരുന്നു. ആ മൂല്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനം അതിനെ ഒരു രൂപരേഖയായിട്ട് മാറുന്നത്. മോഡേൺ സൊസൈറ്റിയുടെ രൂപരേഖയാക്കി മാറ്റുന്നത് മറ്റ് സമൂഹങ്ങളിൽ നിലനിന്നിരുന്നതും അവർ കണ്ടെത്തിയിട്ട് ഉള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ജനാധിപത്യം, സ്വാതന്ത്ര്യം, ഇക്വാളിറ്റി, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഹ്യൂമൻ റൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ നവോത്ഥാന പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ നമുക്ക് പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും കൺവെൻഷണൽ വ്യൂസിനെ നമുക്ക് ചലഞ്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സൈബീരിയയിൽ നിന്ന് കിട്ടിയ പുതിയ തെളിവുകൾ. മാത്രമല്ല, നമ്മൾ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന അവർ അന്ന് യോജിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് പുരാതന സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന പല രീതികളും യൂറോപ്യൻ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല രീതികളും അവിടെ നിലനിൽക്കുന്നുണ്ടെന്നും അതിനെയാണ് നമ്മൾ ഒരു മോഡേൺ സൊസൈറ്റിയുടെ അടിസ്ഥാന തത്വങ്ങളായിട്ട് സ്വീകരിക്കേണ്ടതെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരുന്ന കാഴ്ചപ്പാട് ഇത് ഒരു യൂറോപ്യൻ ബുദ്ധിയിൽ വിരിഞ്ഞ ആശയങ്ങളാണ്. ജനാധിപത്യവും സമത്വവും എന്നൊക്കെ ഉള്ളത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ചരിത്രത്തിലെ വസ്തുത അടയാളപ്പെടുത്തുന്നതും അത് അങ്ങനെയല്ല എന്നുള്ളതും നമുക്ക് ഇതുപോലുള്ള പല തെളിവുകൾ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കും.